അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? ഈസാ നബി അഥവാ യേശുവിനെ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന്റെ അമ്മയായ മറിയം ബീവിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനമെന്താണ്? എന്താണ് അന്ത്യവിധിനാൾ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളും ലളിതമായി വിശദീകരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് പ്രവാചകന്മാർ അല്ലാഹു മനുഷ്യരിലേക്ക് അയച്ച ദൂതന്മാരാണ്. മനുഷ്യരെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ആദ്യ മനുഷ്യനും പ്രവാചകനുമായ ആദം നബി, ജനതയുടെ എതിർപ്പുകൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചുനിന്ന നൂഹ് നബി, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കു മുന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച ഇബ്രാഹിം നബി, തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബി, പിതാവില്ലാതെ അത്ഭുതകരമായി ജനിച്ച ഈസാ നബി, ഇങ്ങനെ നിരവധി പ്രവാചകന്മാർ കടന്നുപോയി. ഈ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി. വിശുദ്ധ ഖുർആനിലൂടെ മുൻ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെല്ലാം പൂർണ്ണമാക്കപ്പെട്ടു. അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്ക് വഴികാട്ടിയായി ആ സന്ദേശം ഇന്നും നിലനിൽക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാനശില എന്നത് തൗഹീദാണ്, അതായത് സമ്പൂർണ്ണ ഏകദൈവ വിശ്വാസം. അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരോ മക്കളോ മാതാപിതാക്കളോ ഇല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഈ ആശയം വളരെ വ്യക്തമാക്കുന്നു. നബിയെ, പറയുക, കാര്യം അല്ലാഹു ഏകനാണ് എന്നതാകുന്നു. അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരുമില്ലതാനും. എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും ഇടനിലക്കാരില്ലാതെ ആ ഏകനായ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഈസാ നബിയെയും അദ്ദേഹത്തിന്റെ മാതാവ് മറിയം ബീവിയെയും കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു എന്ന് നോക്കാം. ഈസാ നബിയെ ഇസ്ലാം വളരെയധികം ബഹുമാനിക്കുന്നു. അല്ലാഹു തെരഞ്ഞെടുത്ത 5 മഹാദൂതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പിതാവില്ലാതെ അദ്ദേഹം ജനിച്ചത് അല്ലാഹുവിന്റെ അപാരമായ കഴിവിന്റെ ദൃഷ്ടാന്തമാണ്. രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയിർപ്പിക്കുക തുടങ്ങിയ അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചത് അല്ലാഹുവിന്റെ അനുമതിയോടെയായിരുന്നു. എന്നാൽ ഇസ്ലാം ഈസാ നബിയെ ആരാധിക്കുകയോ ദൈവപുത്രനായി കണക്കാക്കുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം അല്ലാഹുവിന്റെ ദാസനും ദൂതനുമായിരുന്നു. ഖുർആൻ അനുസരിച്ച് അദ്ദേഹം കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ല, മറിച്ച് അല്ലാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയായിരുന്നു. അന്ത്യനാളിനു മുൻപ് അദ്ദേഹം ഭൂമിയിലേക്ക് തിരികെ വരുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ മറിയം ബീവി ഇസ്ലാമിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ത്രീയാണ്. ഖുർആനിലൊരു അധ്യായം തന്നെ അവരുടെ പേരിലുണ്ട്. അല്ലാഹു ലോകത്തുള്ള മറ്റെല്ലാ സ്ത്രീകളെക്കാളും മുകളിലായി തെരഞ്ഞെടുത്ത പരിശുദ്ധ സ്ത്രീയായി ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഇസ്ലാം മറിയം ബീവിക്ക് ദൈവികത്വം കൽപ്പിക്കുന്നില്ല. ഇസ്ലാമിൽ പുരോഹിതന്മാർക്കോ പണ്ഡിതന്മാർക്കോ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കാൻ അധികാരമില്ല. ഓരോ വ്യക്തിക്കും അല്ലാഹുവുമായി നേരിട്ട് ബന്ധമുണ്ട്. മാർഗനിർദ്ദേശങ്ങൾക്കായി മുസ്ലിങ്ങൾ ആശ്രയിക്കുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയായ സുന്നത്തുമാണ്. പാപത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഇസ്ലാമിൽ ജന്മപാപം എന്ന സങ്കല്പമില്ല. ഓരോ വ്യക്തിയും ജനിക്കുന്നത് ശുദ്ധപ്രകൃതത്തിലാണ്. പാപം എന്നത് വ്യക്തിപരമായി ചെയ്യുന്ന തെറ്റുകളാണ്. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു പുറത്തു നൽകുന്നവനും കരുണാമയനുമാണ്. ഇനി നമുക്ക് അന്ത്യവിധി നാളിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഒരു നിശ്ചിത ദിവസം ഈ ലോകം നശിപ്പിക്കപ്പെടുകയും എല്ലാ മനുഷ്യരും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും. അന്ന് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടിവരും. നന്മ ചെയ്തവർക്ക് പ്രതിഫലമായി സ്വർഗ്ഗവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയായി നരകവും നൽകപ്പെടും. സ്വർഗ്ഗം സങ്കൽപ്പിക്കാൻ കഴിയാത്ത സുഖസൗകര്യങ്ങളുള്ള ശാശ്വതമായ ഒരിടമാണ്. എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് അവൻ പുറത്തുകൊടുക്കും. ഒരു മുസ്ലിമിന്റെ ജീവിതം ചില ആരാധനാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദിവസേന 5 നേരത്തെ പ്രാർത്ഥന, സ്വലാത്ത്, റമളാൻ മാസത്തിലെ വ്രതം, സൗമ്, സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നൽകുന്ന നിർബന്ധദാനം, സക്കാത്ത്, കഴിവുള്ളവർ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട മക്കയിലേക്കുള്ള തീർത്ഥാടനം, ഹജ്ജ്, ഇവയെല്ലാം വിശ്വാസിയെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നു. ഇസ്ലാമിൽ 3 സ്ഥലങ്ങൾക്ക് പുണ്യം കൽപ്പിക്കുന്നു. കഅബ സ്ഥിതി ചെയ്യുന്ന മക്ക, പ്രവാചകന്റെ പള്ളിയുള്ള മദീന, ഇസ്രാ മിഅ്റാജ് നടന്ന ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സ. ഇസ്ലാം വിഗ്രഹാരാധനയെ കർശനമായി വിലക്കുന്നു. അതുകൊണ്ടുതന്നെ അല്ലാഹുവിനോ പ്രവാചകന്മാർക്കോ രൂപങ്ങളോ ചിത്രങ്ങളോ നൽകാറില്ല. ഇസ്ലാമിക കല കാലിഗ്രാഫിയിലും ജാമിതീയ രൂപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യഹൂദ, ക്രിസ്തു മതങ്ങളെ ഇസ്ലാം വേദക്കാരായി പരിഗണിക്കുകയും അവരുടെ പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ വേദഗ്രന്ഥങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഖുർആനാണ് അന്തിമവും മാറ്റമില്ലാത്തതുമായ ദൈവിക ഗ്രന്ഥമെന്നും വിശ്വസിക്കുന്നു. ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഓരോ വിഷയവും കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ട വലിയ അധ്യായങ്ങളാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.